പ്രിയമുള്ളവരെ, ഈ വരുന്ന ബുധനാഴ്ച 27-ാം തീയതിയാണ് യൗമു അറഫ. അറഫയുടെ മഹത്വങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതും മനസ്സിലാക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങളിലേക്ക് മാത്രം നമ്മൾ ഖുത്ബ ചുരുക്കുന്നത്. ഒരു ആവർത്തന പരസത ഒഴിവാക്കാൻ കൂടി കണക്കാക്കിയിട്ടാണ്. യൗമു അറഫയുടെ ഏറ്റവും വലിയ സവിശേഷതയായി ഒരുപാട് ഗുണങ്ങൾ റസൂൽ പറയുമ്പോഴും അവിടെ സവിശേഷമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമലെന്നുള്ളത് ആ ദിവസത്തിലെ നോമ്പാണ്. ഹജ്ജിന് അറഫ സംഗമത്തിൽ പങ്കെടുക്കാത്ത ലോകത്തുള്ള എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് അനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ നോമ്പിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, അതിൻ്റെ നേട്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ യുക്കഫിർ സ്ഥാനത്തിൽ മാലിയ വൽ ഖാബില എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാവങ്ങൾക്ക് പ്രായശ്ചിത്തമായി നിൽക്കാൻ കഴിയുന്ന സവിശേഷമായൊരു വ്രതമാണ് അതെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 വർഷക്കാലത്തെ പാവങ്ങൾ, ചെറുപാവങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് ആ പാവങ്ങളെ പൊറുപ്പിക്കാവുന്ന, മാപ്പാക്കി നൽകാവുന്ന വിധം, അത് മായ്ച്ചു കളയാവുന്ന വിധം ശക്തമായ ഒരു കർമ്മമാണ് യൗമു അറഫയിൽ നോമ്പ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പകൽ നമ്മളെ പട്ടിണി കിടത്താൻ വേണ്ടി മോഹനമായൊരു വാഗ്ദാനം, ഒരു കാപട്യം റസൂൽ നമ്മുടെ മുമ്പിൽ വെച്ചതല്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വ്യക്തമായ സന്ദേശമാണ് റസൂൽ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് റസൂലിലൂടെ നിറവേറ്റപ്പെടുന്നത്. റസൂൽ പറഞ്ഞ വാക്ക് എന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. 2 വർഷങ്ങൾ നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ ഒരു പാപത്തിന് പരിഹാരമാകാൻ കഴിയുന്ന മഹത്തരമായ ഒരു നോമ്പാണ് യൗമു അറഫയിൽ നോമ്പ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അറഫ നോമ്പ് കഴിവിൻ്റെ പരമാവധി വിശ്വാസികൾ പിടിക്കുക. എല്ലാവരും ഒരാൾ ഒഴിവാകാൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യും, മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമത് തൊട്ടടുത്ത ദിവസം നമുക്ക് 28 വ്യാഴാഴ്ചയാണ് യൗമുൻ നഹർ, ബലിപെരുന്നാൾ ദിവസം. നമ്മൾ ഈദ്ഗാഹിലാണ്. ഗാഹകളാണ് ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്നുള്ളത്. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു ആഘോഷ സ്വഭാവത്തിലേക്ക് ആരാധനയെ മാറ്റുന്ന രീതിയാണ് ഈദ്ഗാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അർത്ഥവകാരിയും അനുബന്ധമായ അശുദ്ധിയിൽ കഴിയുന്ന സ്ത്രീകളും ഒക്കെ എല്ലാവർക്കും പങ്കെടുക്കാം. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ചെറിയവരും ആണും പെണ്ണും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ആരാധനയിൽ തന്നെ ആഘോഷ സ്വഭാവം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട രീതിയാണ് ഈ ഗാഹകൾ കൊണ്ട് അല്ലാഹു റസൂൽ ലക്ഷ്യമിട്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈദ്ഗാഹ് സംവിധാനം പൈറ്റുകുപ്പം ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നമ്മൾ പതിവ് നടക്കുന്ന ആ ഒരു പാർക്കിംഗ് സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് സംബന്ധിച്ചിട്ടുള്ളത്. 7:15 7:15 എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 7:15 തന്നെ നമസ്കാരം തുടങ്ങണം. അതിന് ആ ദിവസത്തിന് പ്രത്യേകം നമുക്കറിയാമല്ലോ, മറ്റ് ചെറിയ പെരുന്നാൾ പോലെയല്ല, വലിയ പെരുന്നാൾ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിലൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണമൊന്നും കഴിക്കാതെ, ഒരു ഭക്ഷണവും കഴിക്കാതെ നമ്മൾ ഈദ്ഗാഹിലേക്ക് വരികയും ഒരു വഴിയിലൂടെ വന്ന് ഈദ്ഗാഹ് നമസ്കാരം പൂർത്തിയാക്കി മറ്റൊരു വഴിയിലൂടെ വീടെത്തി പിന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ നമസ്കാര ശേഷം ഭക്ഷണത്തിലേക്ക് കടക്കുന്ന രീതിയാണ് സുന്നത്തായ രീതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 7:15 തന്നെ ഈദ്ഗാഹുകൾ തുടങ്ങണം. ഗാഹ ആയതുകൊണ്ട് നമുക്ക് കാലാവസ്ഥയും മഴ, വെയിൽ എല്ലാം ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് പിന്നെ ഓരോ മിനിറ്റുകളായി വൈകിപ്പിച്ചു കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടാകും. വിശ്വാസികൾ കഴിവിൻ്റെ പരമാവധി നേരത്തെ 7 മണിക്ക് തന്നെ എത്തി എല്ലാവരും തയ്യാറായി എത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.